ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ച് പടികേറിയാൽ മതി. ക്ഷീണം അല്പം പോലും അറിയില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പടി കയറി മുകളിലെത്തുന്നതിന് മുമ്പ് ഇവള് ക്ഷീണിച്ച് എവിടെയെങ്കിലും ഇരിക്കും. ആ സമയം ഇവളുടെ കാര്യം മൂർത്തിയുടെ ആൾക്കാർ നോക്കിക്കോളും. ഹലോ, ആണോ? എന്നിട്ട് ഫോട്ടോഗ്രാഫറോ? അത് ശരി, അങ്ങനൊരു പേടി നല്ലതാ. ശരി, എന്നാ ഞാൻ വിളിക്കാം. അതെ, രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഇന്ന് ധനുഷ് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ഫോൺ വരുന്നു, വെപ്രാളത്തോടെ സംസാരിക്കുന്നു, പിന്നെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്ക് അർച്ചനയുടെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാ. അവർക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മറ്റുള്ളവരെ ഫോണിൽ വിളിച്ചിട്ടാണോ പ്രാർത്ഥന? അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇപ്പൊ ഫലം കിട്ടൂ. പണ്ട് അർച്ചനടുത്തിയോട്ടെ എന്തൊരു ശത്രുതയായിരുന്നു. ഇപ്പൊ അർച്ചനടുത്തിന്റെ കാര്യത്തില് ധനുഷിന്റെ ഒരു ടെൻഷൻ കണ്ടില്ലേ? നീ കളിയാക്കണ്ട. ചില ബന്ധങ്ങൾ അങ്ങനെയാ, ആദ്യം വഴക്കിലൂടെ തന്നെയാണ് ഒരുമിക്കുന്നത്. പക്ഷെ പിന്നീട് ഇതുപോലെ സഹോദര തുല്യമായ ബന്ധമായി മാറുന്നത്. ഓഹോ, അപ്പോ ഇപ്പോ അർച്ചനടുത്തി സ്വന്തം സഹോദരിയും ആയി. സഹോദരിയാകാൻ കൂടെ പിറക്കണം എന്നൊന്നുമില്ല. അതെനിക്കിപ്പോഴാ മനസ്സിലായത്. സ്നേഹേ, എന്താ അതിരെ? ധനുഷ് എവിടെ? ഞാനിവിടെ ഉണ്ട്. കുഞ്ഞിന് വല്ലാത്തൊരു ശ്വാസമുട്ടല് കൊറേ നേരമായി തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഓ ഓ ഓ, ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? അച്ഛൻ എവിടെ? അച്ഛൻ വിവരം അറിഞ്ഞോ? ഇല്ല, അങ്കിൾ ഇതുവരെ പൂജാമുറിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. സാരമില്ല, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കാം. ആദ്യം ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടിയോന്ന്. അനഘേ, മോളെ ഇങ്ങ് തന്നേക്ക്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ലടാ. എന്താ ഇങ്ങനെ കരയുന്നേ? 10 മിനിറ്റിനുള്ളിൽ ഡോക്ടർ എത്തും. ആതിര കുഞ്ഞിനെ മുറിയെ കൊണ്ടുപോയി കിടത്ത്. അനക്കെ, നീയും കൂടി ചെല്ല്. ഇവളെ ഞങ്ങൾ നോക്കിക്കോളാം. ഓ ഓ ഓ ഓ ഓ. ഇത്രയും പടികളോ? ഇതെങ്ങനെ കേറും? പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയാൽ മതി. ക്ഷീണം അറിയില്ല. എന്നാ നമുക്ക് ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോയാലോ? വേണ്ട, ഇരുന്നാ ഇനിയും വൈകും. നമുക്ക് ഇപ്പൊ തന്നെ കയറാം. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ച് പടികേറിയാൽ മതി. ക്ഷീണം അല്പം പോലും അറിയില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പടി കയറി മുകളിലെത്തുന്നതിന് മുമ്പ് ഇവള് ക്ഷീണിച്ച് എവിടെയെങ്കിലും ഇരിക്കും. ആ സമയം ഇവളുടെ കാര്യം മൂർത്തിയുടെ ആൾക്കാർ നോക്കിക്കോളും. എന്നാ താമസിക്കണ്ട സച്ചേട്ടാ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കയറാം. വാ.
മൂർത്തി, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? ആദ്യം ഏതോ ഒരുത്തം വന്ന് അവളെ രക്ഷിച്ചു. ഇപ്പത്തെ വേറൊരുത്തന്റെ പ്രേതം വന്നു. എത്രമാത്രം ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നിങ്ങള് അവിടെ എന്താ ചെയ്യുന്നേ? ഒരു കാര്യം ഞാൻ പറയാം, പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. അവന്തിക്ക് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. 2 തവണ അവൾ രക്ഷപ്പെട്ടു. പക്ഷേ 3-ാമത്തെ തവണ അവൾ വീഴും. ചിലപ്പോ തീരും. അതെങ്ങനെ? സംശയം തോന്നുന്ന ഒരാൾക്കും മുകളിലേക്ക് കയറാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആയുധം കയ്യിലുണ്ടെങ്കിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. എന്തൊക്കെയോ പ്രത്യേക ശക്തിയുള്ള സ്ഥലമായത്. സൂക്ഷിക്കണം. ഇനി ആയുധങ്ങൾ കൊണ്ടല്ല അവളെ തീർക്കാൻ പോകുന്നത്. പിന്നെ